ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന ഭരണത്തിന് വിരാമമായിരിക്കുന്നു. പരാജയപ്പെട്ടത് ബംഗ്ലാദേശിലെ ജനങ്ങളാണ്. ജയിച്ചത് BNPയോ ജമാഅത്ത് ഇസ്ലാമിയോ ഒന്നുമല്ല, അമേരിക്കയാണ്. ലോകത്തെ ഒരു ജനാധിപത്യ വിശ്വാസിയും കാണാൻ ആഗ്രഹിക്കാത്ത ദൃശ്യമാണിത്. മുജിബുർ റഹ്മാൻ പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും വിഭജന അജണ്ടകളെ ജനങ്ങളെ അണിനിരത്തി ഇന്ത്യയുടെയും സോവിയറ്റ് യൂണിയന്റെയും അകമഴിഞ്ഞ പിന്തുണയോടെ ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിച്ച മഹാനായ നേതാവ്. പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും പിന്തുണയോടെയുള്ള മതമൗലികവാദം എക്കാലത്തും ബംഗ്ലാദേശിൽ ശക്തമാണ്. 1975-ൽ അട്ടിമറിയിലൂടെ മതമൗലികവാദികൾ ഭരണം പിടിച്ചു. മുജിബുർ റഹ്മാനെയും കുടുംബാംഗങ്ങളെയും വെടിവെച്ചു കൊന്നു. മകൾ ഷേഖ് ഹസീന അന്ന് ലണ്ടനിലായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ബംഗ്ലാദേശിൽ മടങ്ങിയെത്തിയ ഷേഖ് ഹസീന അവാമി ലീഗിന്റെ നേതൃത്വം ഏറ്റെടുത്തു. 1996-ൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി. 2008 മുതൽ ഈ മാസം ഓഗസ്റ്റ് 5 വരെ ദീർഘകാലം ഷേഖ് ഹസീന തുടർച്ചയായി ഭരണം നയിച്ചു. ഒടുവിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ രാജിവെച്ചു. സ്വന്തം മണ്ണിൽ ജീവന് ഭീഷണിയുള്ളതിനാൽ രാജ്യം വിട്ടു ഇന്ത്യയിൽ അഭയം തേടി. ഒരു തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴുള്ള സംഘർഷങ്ങളും സമരങ്ങളും ബംഗ്ലാദേശിൽ ആരംഭിക്കുന്നത്. പക്ഷേ അതൊരു വളരെ വർഷങ്ങളായി ബംഗ്ലാദേശി രാഷ്ട്രീയത്തിൽ നീറി നിൽക്കുന്ന ഒരു വിഷയമായിരുന്നു. ഈ 1971-ലെ ഈ ബംഗ്ലാദേശ് വിമോചനത്തിൽ പങ്കെടുത്ത ആളുകളുടെ മക്കൾക്ക്, പിൻതലമുറക്കാർക്ക് 30% തൊഴിൽ സംവരണം ചെയ്യുന്ന ഒരു നിയമം. അതിനെതിരായ അന്ന് മുതൽ തന്നെ 1972-ലാണ് നടപ്പിലാക്കിയത്. അതിന് ശേഷം നിരന്തരമായി പല ഘട്ടങ്ങളിലും ഇതിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളും സമരങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ 2018-ൽ ഇത് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ ഈ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തന്നെ അത് നിർത്തലാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയിരുന്ന ആളുകൾ കോടതിയെ സമീപിക്കുകയും ഈ ജൂൺ മാസം ധാക്കയിലെ ഹൈക്കോടതി അതിനെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സമരം ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ഇതോടുകൂടിയിട്ടാണ് ഈ സമരം വളരെ വലിയ സമരമായി മാറിയത്, വലിയ രൂക്ഷമായ സമരമായി മാറിയത്. പക്ഷേ ആ രൂക്ഷമായ സമരം നടക്കുമ്പോൾ തന്നെ സുപ്രീം കോടതി ഇടപെടുകയും ഇത് 30% എന്നുള്ളത് 5% വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ അതോടുകൂടിയിട്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ആരംഭിച്ചിരുന്നതാണ് സമരമെങ്കിൽ സമരം അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ സമരം അവസാനിക്കുന്നതല്ല കണ്ടത്, മറിച്ച് സമരം രൂക്ഷമാകുന്നതാണ്. This government more than 15 years ruling in Bangladesh, and this reason opposite party also not to express yourself also. Sometimes there are create some legal issue and goes to some this leader goes to the jail also, goes to the outside of Bangladesh. This reason create this opposite parties anguishness come. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിൻഗാമികൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭം. സംവരണത്തിന്റെ ആനുകൂല്യം ലഭിച്ചത് അവാമി ലീഗ് നേതാക്കളുടെ മക്കൾക്കാണ്. സ്വജനപക്ഷപാതത്തിനെതിരെയായിരുന്നു പ്രക്ഷോഭം. എന്നാൽ വഴിവിട്ട സംവരണം കോടതി തന്നെ റദ്ദാക്കി. അതോടെ തീരേണ്ട പ്രശ്നമാണിത്. പക്ഷേ ആളിക്കത്തുകയാണ് ചെയ്തത്. തികച്ചും ദരിദ്രമായിരുന്ന ബംഗ്ലാദേശിന്റെ മുഖച്ഛായ മാറ്റിയത് ഷേഖ് ഹസീനയുടെ നയങ്ങളായിരുന്നു. വിദ്യാഭ്യാസം, മാനുഷിക വികസനം, ചെറുകിട വ്യവസായം തുടങ്ങിയ മേഖലകളിൽ രാജ്യം മുന്നേറ്റമുണ്ടാക്കി. മതമൗലികവാദത്തെയും തീവ്രവാദത്തെയും ഷേഖ് ഹസീന ശക്തമായി നേരിട്ടു. ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് സുരക്ഷിതരായിരുന്നു. ഒപ്പം ജനാധിപത്യത്തിൽ നിന്ന്
ഷേഖ് ഹസീന ഏകാധിപത്യത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. എതിരാളികളെ കൂട്ടത്തോടെ ജയിലിലടച്ചു. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കി. പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ 40 ലക്ഷം കേസുകളാണ് എടുത്തത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടത്തോടെ ബഹിഷ്കരിച്ചു. ഇതിനെല്ലാമെതിരെ ആഞ്ഞടിച്ച ജനവികാരമാണ് ഷേഖ് ഹസീനയെ തകർത്തത്. രൂക്ഷമാകുന്നതിനുള്ള ഒരു കാരണമായി പറയപ്പെടുന്നത് ഈ സമരം നടത്തുന്ന ഈ സംവരണത്തിന് വേണ്ടി വിരുദ്ധ മുന്നണിയായിട്ട് നിൽക്കുന്ന ആളുകളും അല്ലെങ്കിൽ അതിന് പങ്കെടുക്കുന്ന ആളുകളെയും ഈ റസാക്കറുകളോട് ഉപമിച്ചു. അതായത് പാകിസ്ഥാൻ്റെ കൂലിപ്പട്ടാളമായി ബംഗ്ലാദേശിൻ്റെ വിമോചന കാലത്ത് ബംഗ്ലാദേശികളെ കൊന്നൊടുക്കിയ ആളുകളായിട്ട് ഇവരെ വിശേഷിപ്പിക്കുകയും ഭീകരന്മാരായി വിശേഷിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ ഒരു കാരണം കൂടി കണ്ടുകൊണ്ടാണ് ഇവർ വളരെ ശക്തമായി ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ സമരം മുമ്പോട്ട് കൊണ്ടുപോയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് അവർ രാജ്യം വിടേണ്ട ഘട്ടം വന്നത്. രാജ്യം വിടേണ്ട ഘട്ടമായി വന്നതിൻ്റെ ഒരു കാരണം അവർ മനസ്സിലാക്കിയത്, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ റസാക്കറുകളാണ് അല്ലെങ്കിൽ ഭീകരന്മാരാണ്, ഇവരെ ഞങ്ങൾ നേരിടണം എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കാർ, വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ നേരിട്ട് ഈ സമരക്കാർക്കെതിരായിട്ട് ആക്രമണങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഈ വലിയ മരണസംഖ്യ ഇപ്പോൾ ഏറ്റവും അവസാനം 350ഓളം പേര് മരിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ സമരത്തിൻ്റെ അവസാന ഘട്ടം വന്നപ്പോൾ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ അടിച്ചമർത്താനുള്ള ശ്രമം ഇവർ നടത്തുന്നു. അങ്ങനെ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരക്കാരെ നേരിടാൻ ശ്രമിച്ചപ്പോൾ സേനയിലെ മുൻ സേനാധിപന്മാർ തന്നെ രംഗത്ത് വരികയും ഈ ബംഗ്ലാദേശി പട്ടാളത്തെ ഉപയോഗിച്ച് കൊല്ലുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് പട്ടാളത്തിൻ്റെ കൂടി മുൻ സേനാധിപന്മാരുടെ പിന്തുണയും പട്ടാളത്തിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയും ഒക്കെ ഉണ്ടായപ്പോഴാണ് ഇവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും അവിടെ വിടേണ്ടി വരികയും ചെയ്തത്. ഒരേ സമയം ഇന്ത്യയുമായും ചൈനയുമായും റഷ്യയുമായും ഷേഖ് ഹസീന സർക്കാർ നല്ല ബന്ധമാണ് വെച്ചു പുലർത്തിയിരുന്നത്. കശ്മീർ ഉൾപ്പെടെയുള്ള രാജ്യാന്തര വിഷയങ്ങളിലെല്ലാം ഷേഖ് ഹസീന ഇന്ത്യക്കൊപ്പം അടിയുറച്ചു നിന്നിരുന്നു. ഒപ്പം അമേരിക്കയുടെ സാമ്രാജ്യത്വ തന്ത്രങ്ങളെ ശക്തമായി ചെറുത്തിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ ആധിപത്യം ഉറപ്പിക്കുക എന്നത് അമേരിക്കയുടെ ദീർഘകാല ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ ബംഗ്ലാദേശിന്റെ പിന്തുണ വേണം. ചിറ്റഗോങ് തുറമുഖത്തിലേക്ക് അമേരിക്കൻ സൈന്യത്തിന് പ്രവേശനം വേണമെന്നതായിരുന്നു ആവശ്യം. ഇതൊന്നും ഷേഖ് ഹസീന അംഗീകരിച്ചില്ല. അമേരിക്കയാവട്ടെ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുമായും BNPയുമായും ധാരണയുണ്ടാക്കി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് എല്ലാവിധ പിന്തുണയും അമേരിക്ക നൽകി. അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ തകർക്കാനായി മുജാഹിദീനുകൾക്ക് പിന്തുണ നൽകി താലിബാൻ സൃഷ്ടിച്ചത് അമേരിക്ക. സദാം ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഇറാഖ് ഭരണത്തെ അട്ടിമറിച്ച് അസ്ഥിരതയുണ്ടാക്കി ISനെ സൃഷ്ടിച്ചതും അമേരിക്ക. മതേതര പ്രസ്ഥാനമായിരുന്ന PLOയെ തകർത്ത് പലസ്തീനിൽ ഇസ്രായേൽ പിന്തുണയോടെ ഹമാസിനെ സൃഷ്ടിച്ചതും അമേരിക്ക തന്നെ. ഇപ്പോൾ ബംഗ്ലാദേശിൽ മതമൗലികവാദത്തെ ശക്തിപ്പെടുത്തുന്നവർക്ക് പിറകിലും അമേരിക്കയുടെ കൈകളാണ്. പുറമേക്ക് നമ്മൾ കാണുന്ന ഈ സമരം, അതായത് വാസ്തവത്തിൽ സുപ്രീം കോടതി ഇടപെട്ടതിന് ശേഷം ഇടപെട്ട് സംവരണം കുറച്ചതിന് ശേഷം വാസ്തവത്തിൽ അണയേണ്ട സമരം എങ്ങനെ ശക്തിപ്പെട്ടു എന്നുള്ളതിന് പുതിയ ചില വിവരങ്ങൾ വരുന്നത്, ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഇതിൻ്റെ പിന്നിൽ അതിശക്തമായിട്ടുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള പിന്തുണയുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ശക്തമായിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ. ബംഗ്ലാദേശ് ജനസംഖ്യയിലെ 8% ഹിന്ദുക്കളാണ്. ഷേഖ് ഹസീന ഭരണത്തിന് കീഴിൽ അവർ സുരക്ഷിതരായിരുന്നു. അവാമി ലീഗ് ഭരണത്തിന് വിരാമമായതോടെ പലയിടത്തും ഹിന്ദുക്കൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടായി. ചിലയിടങ്ങളിൽ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. എന്നാൽ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസും BNP നേതാവ് ഖാലിദ് ഹസീനയും രംഗത്തു വന്നു. പലയിടത്തും ക്ഷേത്രങ്ങൾക്ക് മുസ്ലിങ്ങൾ കാവൽ നിന്നു. একটি বিশেষ ঘোষণা। সম্মানিত এলাকাবাসী বৈষম্য বিরোধী ছাত্র আন্দোলনের পক্ষ থেকে
Nowadays, I saw something in the social media, and I call my friends in Dhaka universities, and I contact my family. They are ensure me. Nowadays, some Muslim community also try to protect in the Hindus' property, Hindus' asset also. But some area is create some difficulties. It is not a big issue. I think 2-3 weeks later is stable. ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനൂസ് ധാക്കയിലെ പ്രശസ്തമായ ധാക്കേശ്വരി ക്ഷേത്രം സന്ദർശിച്ച് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുമെന്ന് ഉറപ്പു നൽകി. ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് മണിപ്പൂരിലേക്ക് അധികം ദൂരമില്ല. മണിപ്പൂരിൽ കലാപം ആരംഭിച്ച് വർഷമൊന്നായി. മണിപ്പൂർ ഇപ്പോഴും അശാന്തമാണ്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ തടയാൻ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച മുഹമ്മദ് യൂനൂസിനെ മോദിക്ക് മാതൃകയാക്കാവുന്നതാണ്. മണിപ്പൂർ കലാപത്തിന്റെ ഇരയായ ഈ കുഞ്ഞുങ്ങളെ മോദി ആശ്വസിപ്പിക്കണം. മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ 17-അംഗ ഇടക്കാല മന്ത്രിസഭയിൽ ഒരാൾ ഹിന്ദുവാണ്. ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ ബിതിൻ രഞ്ജൻ റോയ്. 8% ഹിന്ദുക്കളുള്ള ബംഗ്ലാദേശിൽ ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു മന്ത്രിയുണ്ട്. എന്നാൽ 14% മുസ്ലിങ്ങളുള്ള ഇന്ത്യയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കേന്ദ്ര മന്ത്രിസഭയിലില്ല. മന്ത്രിസഭയിലെ ന്യൂനപക്ഷ പ്രാതിനിധ്യത്തിലും മോദിക്ക് മുഹമ്മദ് യൂനൂസിനെ മാതൃകയാക്കാവുന്നതാണ്. ബംഗ്ലാദേശിലെ അക്രമങ്ങൾ പെരുപ്പിച്ചു കാണിച്ച് ഇന്ത്യയിൽ മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കാൻ സംഘപരിവാർ ആസൂത്രിത ശ്രമങ്ങൾ നടത്തി. യുപിയിലെ ഗാസിയാബാദിൽ ചേരി നിവാസികളായ മുസ്ലിങ്ങൾക്ക് നേരെ ആസൂത്രിത അക്രമങ്ങൾ നടന്നു. Its government create new kind of rule in Bangladesh, and also this student leader demand to is a neutral person, not come to the previous any kind of parties and intervene this situation. There is a new opportunity to new leader. This leader they are decide. I think he is Dr. Muhammad Yunus. He is a Nobel laureate. Also, he is a prominent figure all over the world. I think decision is good now, and also without Yunus, how can choose others? I don't know. Nowadays, he is most prominent. Also, USA also so close with him. Hillary Clinton at a time is a good relation in the Dr. Muhammad Yunus, and India also help. I think some days later also Jai Shankar is. ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങൾ മോദി സർക്കാരിന്റെ നയതന്ത്ര പരാജയം കൂടിയാണ്. ഒരു കാലത്ത് പാകിസ്ഥാനും ചൈനയും ഒഴികെയുള്ള അയൽരാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് അയൽരാജ്യങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് ചൈനയോ അമേരിക്കയോ ആണ്. ബംഗ്ലാദേശ് കൂടി അകലുന്നതോടെ ഇന്ത്യ സാർക്ക് മേഖലയിൽ പോലും ഒറ്റപ്പെടുകയാണ്. മോദി സർക്കാർ നയതന്ത്ര മേഖലയിലും തികഞ്ഞ പരാജയം.